നമസ്തേ. വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നക്ഷത്ര സൂക്തത്തിലെ 6ാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ മന്ത്രത്തിന്റെ ഋഷി ഗാർഗ്യ ഋഷി തന്നെയാണ്. ഛന്ദസ് വിരാട് ജഗതിയാണ്. ഛന്ദസ് വിരാട് ജഗതി ഛന്ദസ്സാണ്. ദേവത നക്ഷത്രാണി ദേവത. നക്ഷത്രാണി ദേവത. ഇനി മന്ത്രം ചൊല്ലാം. ഓം യാനി നക്ഷത്രാണി ദിവ്യന്തരിക്ഷേ അപ്സു ഭൂമൗ യാനി നഗേഷു ദിക്ഷു പ്രകൽപ്പയശ്ചന്ദ്രമാ യാന്യേതി സർവാണി മമൈതാനി ശിവാനി സന്തു. എന്താ പറയുന്നത്? ഓം യാനി നക്ഷത്രാണി ദിവ്യന്തരിക്ഷേ അപ്സു ഭൂമൗ യാനി നഗേഷു ദിക്ഷു പ്രകൽപ്പയശ്ചന്ദ്രമാ യാന്യേതി സർവാണി മമൈതാനി ശിവാനി സന്തു. ഓം യാനി നക്ഷത്രാണി ദിവ്യന്തരിക്ഷേ അപ്സു ഭൂമൗ യാനി നഗേഷു ദിക്ഷു പ്രകൽപ്പയശ്ചന്ദ്രമാ യാന്യേതി സർവാണി മമൈതാനി ശിവാനി സന്തു. അഥർവവേദത്തിലെ 17ാമത്തെ 19ാമത്തെ കാണ്ഡമാണെന്ന് ഞാൻ പറഞ്ഞു. 8ാമത്തെ സൂക്തമാണ്. 1ാമത്തെ മന്ത്രം നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ മന്ത്രത്തിൽ എന്താണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം. യാനി നക്ഷത്രാണി, ഏതെല്ലാം നക്ഷത്രങ്ങളാണോ, യാനി നക്ഷത്രാണി, ഏതെല്ലാം നക്ഷത്രങ്ങളാണോ അഥവാ അവയുടെ പ്രകാശമാണോ, ഏതെല്ലാം നക്ഷത്രങ്ങളാണോ അല്ലെങ്കിൽ അവയുടെ പ്രകാശമാണോ ദിവി ശൂന്യാകാശത്തിലും, ദിവി എന്ന് പറഞ്ഞാൽ ശൂന്യാകാശം, ശൂന്യാകാശത്തിലും അന്തരീക്ഷേ, അന്തരീക്ഷത്തിലും, അന്തരീക്ഷത്തിലും, അന്തരീക്ഷേ അന്തരീക്ഷത്തിലും അപ്സു ജലകണങ്ങളിലും, അപ്സു ജലകണങ്ങളിലും ഭൂമൗ, അപ്സു ജലകണങ്ങളിലും ഭൂമൗ ഭൂമിയിലും എത്തിച്ചേരുന്നത്, ഭൂമിയിലും എത്തിച്ചേരുന്നത്. യാനി ഏതെല്ലാമാണോ, ഏതെല്ലാമാണോ നഗേഷു പർവ്വതങ്ങളിലും, നഗേഷു പർവ്വതങ്ങളിലും, നഗേഷു പർവ്വതങ്ങളിലും ദിക്ഷു നാനാ ദിക്കുകളിലും എത്തിച്ചേരുന്നത്, നാനാ ദിക്കുകളിലും എത്തിച്ചേരുന്നത്. യാനി ഏതെല്ലാം നക്ഷത്രങ്ങളെയാണോ, യാനി ഏതെല്ലാം നക്ഷത്രങ്ങളെയാണോ ചന്ദ്രൻ, ചന്ദ്രമാഹ, ചന്ദ്രൻ, ചന്ദ്രമാഹ പറഞ്ഞാൽ ചന്ദ്രൻ, പ്രകൽപ്പയൻ, പ്രകൽപ്പയൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എഴുതിയെടുത്തോളൂ. ആകാശഗോളത്തിലെ, പ്രകൽപ്പയൻ ആകാശഗോളത്തിലെ അതത് നക്ഷത്രമണ്ഡലങ്ങളിൽ കൽപ്പിച്ചുകൊണ്ട്, ആകാശഗോളത്തിലെ അതത് നക്ഷത്രമണ്ഡലങ്ങളിൽ കൽപ്പിച്ചുകൊണ്ട് ഏതി, ഏതി, ഏതി സഞ്ചരിക്കുന്നത്, ഏതി സഞ്ചരിക്കുന്നത്. ഏതാനി സർവാണി, ഏതാനി സർവാണി ഈ എല്ലാ നക്ഷത്രങ്ങളും, ഈ എല്ലാ നക്ഷത്രങ്ങളും മമ ശിവാനി സന്തു, മമ ശിവാനി സന്തു, മമ ശിവാനി സന്തു എനിക്ക് മംഗളത്തെ നൽകുന്നവയാകട്ടെ. മമ ശിവാനി സന്തു എന്ന് പറഞ്ഞാൽ എനിക്ക് മംഗളത്തെ നൽകുന്നവയാകട്ടെ, എനിക്ക് മംഗളത്തെ നൽകുന്നവർ ഇത് ആകട്ടെ. ഒരിക്കൽ കൂടി ഞാൻ ഈ മന്ത്രം ചൊല്ലാം. ഓം യാനി നക്ഷത്രാണി ദിവ്യന്തരിക്ഷേ അപ്സു ഭൂമൗ യാനി നഗേഷു ദിക്ഷു പ്രകൽപ്പയശ്ചന്ദ്രമാ യാന്യേതി സർവാണി മമൈതാനി ശിവാനി സന്തു. യാനി നക്ഷത്രാണി ഏതെല്ലാം നക്ഷത്രങ്ങളാണോ അഥവാ അവയുടെ പ്രകാശമാണോ ദിവി ശൂന്യാകാശത്തിലും അന്തരീക്ഷത്തിലും അപ്സു
ജലകണങ്ങളിലും ഭൂമിയിലും എത്തിച്ചേരുന്നത്. യാനി ഏതെല്ലാമാണോ നഗേഷു പർവ്വതങ്ങളിലും ദിക്ഷു നാനാ ദിക്കുകളിലും എത്തിച്ചേരുന്നത്. യാനി ഏതെല്ലാം നക്ഷത്രങ്ങളെയാണോ ചന്ദ്രമാഹ ചന്ദ്രൻ പ്രകൽപ്പയൻ ആകാശഗോളത്തിലെ അതത് നക്ഷത്രമണ്ഡലങ്ങളിൽ കൽപ്പിച്ചുകൊണ്ട് ഏതി സഞ്ചരിക്കുന്നത്. ഏതാനി സർവാണി ഈ എല്ലാ നക്ഷത്രങ്ങളും മമ ശിവാനി സന്തു എനിക്ക് മംഗളത്തെ നൽകുന്നവയാകട്ടെ. അങ്ങനെ നമ്മൾ ഇപ്പോൾ 6 മന്ത്രങ്ങൾ നക്ഷത്ര സൂക്തത്തിൽ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണോ ആളുകൾക്ക് വേണ്ടി പ്രചരിപ്പിക്കാൻ കഴിയുന്ന അത്രയും പ്രചരിപ്പിക്കുക. സർവരും വേദം പഠിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവട്ടെ. അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ അവാന്തര വിഭാഗങ്ങളുടെയോ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് വൈദികമായ ആശയങ്ങളെ നമുക്ക് വാരി വിതറിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം.